ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണ്. അത് നേരത്തെ ഞാൻ ഒരു ഗെയിം പ്ലേ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ മിഷൻസ് ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് മിഷൻസിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ 2-3 ലിങ്കൊക്കെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് മിഷൻസിന്. മറ്റേ RGS ടൂളിൽ പോയാൽ കിട്ടും. ഞാൻ ആഡ് മാറാൻ വേണ്ടി ഒന്ന് പൗസ് ചെയ്തതാണ്. ഓക്കെ, മറന്നുപോയി. RGS ടൂള് അല്ല, ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ഇവിടെ ടിക്കടിക്കാം. എന്നിട്ട് നിങ്ങൾ ഒന്ന് ഗെയിമിന്ന് എന്താണിത്, ആഡിൻ്റെ പ്രളയം ഒക്കെ ആഡ് ആവുന്നുണ്ട്. ഇനി മിഷൻസ് ഏതായിരുന്നു? മിഷൻസ് ഞാൻ മിഷൻ കാണിച്ചു തരാം. മിഷൻസ് കാണിച്ചു തരാം. ഞാൻ ഇവിടെ നമ്മുടെ ഫസ്റ്റ് മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഓഫ് റോഡ്. മറ്റേ റാമ്പില്ലേ, അവിടെ കുറേ റാംപ്സ് ഉണ്ടാവില്ലേ, അത് കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് നേരം ഉണ്ടാവുക നമ്മളിങ്ങനെ പാർട്ടായിട്ട് ഇടും എൻ്റെ മിഷൻസ്. അപ്പം ഇങ്ങനെ കുറേ ഉണ്ടാവും. ഇതുവരെ ഓക്കെ. ഇടിച്ച സൗണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ സ്വതൻ വരെ പൊട്ടിപ്പോവും. ഇവിടെ അടുത്ത് ഇറങ്ങും. ഈ മിഷന് ആദ്യം വേണ്ട ഒരു ബൈക്കാണ്. ബൈക്ക് ഞാൻ അവർ പറയണത് ഈ റാമ്പിന് പറ്റിയ ഏതായിരുന്നു ബൈക്ക് യമഹ VMAX ആണെന്നാണ്. അതിൻ്റെ ചീറ്റ് കോഡ് ഉണ്ട്. ഈ ബൈക്കാണ് അതിന് പറ്റിയതെന്ന് അവർ പറയണത്. ഇത് തൊണ്ട് റാമ്പ് കയറാം. ഓക്കെ, ഇവിടെ നിന്ന് ചാടി. പൊട്ടിപ്പോയി. സാരില്ല, നമുക്ക് അടുത്ത അറ്റംപ്റ്റ് നോക്കാം. സിഗ്മ ബോയ് ആള് വണ്ടിയൊക്കെ പൊക്കിക്കൊണ്ടു പോകും. ഇനി സ്പീഡിൽ പോവാം. ഫെയിലായടാ. പിന്നെ എപ്പത്തേക്ക് അവര് നമുക്ക് വേറെ റാമ്പ് നോക്കാം. വേറെ പറഞ്ഞ റാമ്പ് ഇതാണ് സെക്കൻഡ്. അവർ പറഞ്ഞ സെക്കൻഡ് റാമ്പ്. മറ്റേ ഫസ്റ്റ് ഏതാ റാമ്പ് പറ്റിയില്ലെങ്കിൽ സെക്കൻഡ് റാമ്പ് ഇതാണ്. ഇതേപോലെ 2 റാമ്പ്. ഇനി രണ്ട് റാമ്പും കൂടി ചെയ്യാൻ കിടക്കേണ്ടത് നമുക്ക്. ഫസ്റ്റ് അറിയില്ല, അതല്ലായിരുന്നു ഫസ്റ്റ് റാമ്പ്. ഇതായിരുന്നു ഫസ്റ്റ് റാമ്പ്. ഓക്കെ, കയറാം. ഇത് പതുക്കാണ്. ഇനി നമുക്ക് 2 ഈ വീഡിയോയിൽ നമുക്ക്
2 റാമ്പാണ് കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുന്നത്. നമ്മൾ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. ഇത് ഫസ്റ്റാണ്. ഓക്കെ. പിന്നെ കുറേ പേര് വിചാരിക്കുന്നുണ്ട് ഇതിനകത്ത് സ്റ്റോറി ഇല്ലെന്ന്. സ്റ്റോറിയും ഉണ്ട്. അതുണ്ടല്ല സ്റ്റോറി. ഇതിൻ്റെ സ്റ്റോറി ആപ്പില്ലേ, മറ്റേ ഇതായിരുന്നു, ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D പ്ലഗിൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഫസ്റ്റ് ആപ്പ് വരും, അതിനകത്ത് അതിൻ്റെ സ്റ്റോറീസ് ഉണ്ട്. നിങ്ങളത് ചെയ്താൽ മതി. ഈ ബൈക്കും വെച്ച് ഈ റാമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. ബൈക്കും വെച്ച് ഈ റാമ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പാടാണ്. ഈ റാമ്പൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കാറ് വേണം, മറ്റേ സൂപ്പർ കാറില്ല. ഓ പോയേനിപ്പോൾ സൂപ്പർ കാറില്ല, മറ്റേ പിന്നെ വേണ്ടത് ഫോർച്യൂണറാണ്. ഫോർച്യൂണർ അല്ലെങ്കിൽ ഡിഫൻഡർ, ഇതിലൊന്നാണ് ഇതിനെ പറ്റുള്ളൂ. ത്രോൺ ബൈക്കൊന്നും പറ്റൂല കേട്ടോ. ഹയാബൂസയൊക്കെ പറ്റും. ഹയാബൂസയൊക്കെ പറ്റും ഈ റാമ്പ് കയറാൻ. അത് നല്ല വെയിറ്റുള്ള വണ്ടിയാണ്, ആകുമ്പോൾ സിമ്പിളായിരിക്കും. അപ്പം നമുക്ക് ഈ വണ്ടിയും വെച്ചൊന്ന് തീർക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓ പോയി, എല്ലാമേ പോച്ചി. നമുക്ക് ഫോർച്യൂണറും വെച്ച് റാമ്പ് കയറാം, അതായിരിക്കും കുറച്ചും കൂടി സേഫ്. ബസ് ഈ റാമ്പില്ലേ നമുക്ക് ഫോർച്യൂണറും വെച്ചാണ് കയറാൻ പറ്റുള്ളൂ. നമുക്ക് ഒന്ന് കയറാം. ഫോർച്യൂണർ ചീക്കോട് എത്രയെന്ന് 1000 അല്ലേ? ഓക്കെ, ആഡ് ഉണ്ട്. ചീറ്റ് പ്രോസസ്സിങ് ഫോർച്യൂണർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് വളക്കാം. ഈ ബ്രേക്ക് ഇട്. ഓ സൈഡ് ഓ ഇപ്പം പോയേനെ. ഓ ഈ റാമ്പും ഫെയിൽഡായി. നമുക്ക് നടന്ന് തന്നെ കയറണം എന്ന് തോന്നുന്നു. അല്ല, ഇതെന്തിനാ നടന്ന് കയറണത്? ലെജൻഡറില്ലേ? ലെജൻഡറല്ലേ എല്ലാം. ലെജൻഡറാണ് മോനെ റാങ്കിങ്. ഓ ഇന്ന് കയറിയുണ്ട്. നമുക്കൊന്നല്ല ആദ്യം മുതൽ കയറാം. ഇത് മിക്കവാറും ലോങ് ആയിരിക്കും. ഇത് ഈ റാമ്പൊന്ന് കയറിക്കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പൗസ് ചെയ്യാനാണ്. ഈ റാമ്പൊന്ന് കയറിക്കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അല്ലേ വേണ്ടേ, നമുക്ക് ഒരു റാമ്പ് ചെയ്താൽ പോരെ. എന്തിനാ ഇങ്ങനെ ലാഗ് അടിപ്പിക്കുന്നത്? ഒരു റാമ്പ് ചെയ്താൽ മതി. ധാരാളം. എന്താ ഇതെന്താണ് ഇങ്ങനെ വളഞ്ഞു ബൈക്ക് എടുക്കാം. മഹാവിമാക്സ് തന്നെ എടുക്കാം. അതാണ് റാമ്പിനൊക്കെ പറ്റിയ ബൈക്ക്. ഓക്കെ,
നമുക്ക് ബൈക്കിൽ കയറി ഏതായിരുന്നു റാമ്പ്? 6 അങ്ങോട്ടേക്ക് നമുക്ക് ചാടിയാണ്. ഇതെന്താണിത്? ഇപ്പം ശരിയാണ്ട്. ഈ റാമ്പ് നമുക്ക് കയറാം. പോലെ ഓ ഡാർക്ക് നേരെ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് പോയിക്കോ. ഓ ഇപ്പം പോയാൻ. ഓ മാറിപ്പോയ കുഴപ്പമില്ല. ഈ ഞാൻ തന്നെ ഉണ്ടാക്കിയ റാമ്പാണ്. ഈ റാമ്പും ഫെയിൽഡായി. ഇപ്പം എന്തായാലും നിർത്തുകയാണ്. നമുക്ക് അടുത്ത വേണ്ട, കത്തിച്ചുകൂടാ. കത്തിച്ചുകൂടാ നമുക്ക്. ഓ പെട്ടെന്ന് ഇല്ല. ഓക്കെ ഇതിങ്ങനെ ചെയ്താൽ പറ്റുമെന്ന് തോന്നല്ല. സ്പീഡ് കൂടെ കണ്ട സ്പീഡിൽ വിട്ടല്ല നടന്നു. ലാഗ് അടിക്കണ്ടല്ലേ. ഓ ഞാൻ നിർത്തേണ്. അടുത്ത പാർട്ട് വെച്ച് തുടങ്ങാം. അപ്പം എല്ലാവർക്കും ബൈ.